ഹലോ, എല്ലാവർക്കും CH സലാം ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാദിലുള്ള ഒരു പ്രിയപ്പെട്ട മരുപ്പച്ചയാണ് അൽ ദരിയ പാർക്ക്. യുനെസ്കോയുടെയും ലോക പൈതൃക സ്ഥലമായ അൽ ദരിയയുടെ ചരിത്ര ജില്ലയായ അൽ തുറൈഫിൻ്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ പാർക്കിലുള്ളത്. അതായത് പച്ചപ്പരവതാനി വിരിച്ച ഇരിപ്പിടങ്ങളും പക്ഷികളുടെ ഒരു സങ്കേതം കൂടിയാണ് ഇത്. പിക്നിക്ക് വരുന്നവർക്ക് ഇതൊരു വലിയ പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ അൽ ദരിയ പാർക്ക്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതലും ആൾക്കാർ വരാറുള്ളത്. കാരണം ഇവിടെ തവിട്ട് നിറത്തിലുള്ള ബിൽഡിങ്ങുകളാണ് കൂടുതലും ഉള്ളത്. ആ ബിൽഡിങ്ങുകളിൽ ലൈറ്റിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. വൈകുന്നേര സമയങ്ങളിൽ ഇവിടുത്തെ പ്രദേശവാസികളും അല്ലാത്തവരും എല്ലാം കൂടുതലായി ഇവിടെ വന്ന് സമയം ചെലവഴിക്കാറുണ്ട്. അതിമനോഹരമായ ഒരു പാർക്കാണ്. കാരണം ഇത് വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. എത്രയോ കിലോമീറ്റർ കണക്കിന് നമുക്ക് നടക്കാനും ഉണ്ട്. നടക്കുന്നവർക്കും എക്സസൈസ് ചെയ്യുന്നവർക്കും ഇരിപ്പിടങ്ങളും എല്ലാം ഉണ്ട്. വളരെ വിശാലമാണ്. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മറ്റേ സൈഡുണ്ട്. അതിവിശാലമായിട്ട് ഇങ്ങനെ പച്ച പുല്ല് വിരിച്ച് ഇങ്ങനെ കിടപ്പുണ്ട്. അതായത് ഇവിടെ വൈകുന്നേരങ്ങളിലാണ് കൂടുതലും ഭംഗി കാണാനൊക്കെ. തവിട്ട് നിറമുള്ള അഡോബ് കെട്ടിടങ്ങളും പ്രകാശിപ്പിക്കുമ്പോഴേയും പ്രത്യേകിച്ചും തിരക്കേറിയതായിരിക്കും. വാദി ഹനീഫയിൽ സ്ഥിതി ചെയ്യുന്ന അദരിയ പാർക്ക് അൽ ബുജൈരി എന്നറിയപ്പെടുന്ന കാൽനട മേഖലയുടെ ഭാഗമാണ്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഈ കാണിക്കുന്നത്. ഇത് നമ്മുടെ പഴയ റിയാദ് എന്ന് പറയുന്ന, അതായത് റിയാദിൻ്റെ സിറ്റി ബത്ത എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒരു ഭാഗമാണിത്. പണ്ട് കാലം മുതലേ ഉള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ അവർ കുറേ കൂടെ വികസിപ്പിച്ച് നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. പണ്ട് മുതലേ ഇവിടെ ദര മാർക്കറ്റും ഈ പാർക്കും എല്ലാം ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാഴ്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നമുക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ രാവിലെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. അതായത് പിന്നെ രാവിലത്തെ സമയങ്ങളിൽ പോയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഈ സമയങ്ങളിൽ ഇല്ല. ഒഴിഞ്ഞെല്ലാം പാർക്ക് ഒഴിഞ്ഞു കിടക്കുക. ഇവിടെ വൈകുന്നേര സമയങ്ങളിലാണ് ജനങ്ങൾ വരാറുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് ഭയങ്കര ചൂട് കൂടുതലാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല. ഇവിടെ വന്ന് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് സമയം കളയാൻ പറ്റും. നല്ല വിശാലമായിട്ട് കിടക്കുകയാണ്. പിന്നെ കിളികളുടെ ശബ്ദങ്ങളും എല്ലാം നമുക്ക് കേൾക്കാം വളരെ വിശാലമായിട്ട്. പിന്നെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിപ്പിക്കുന്നില്ല. എങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ് ഈ അൽ ദരിയ പാർക്ക്. അപ്പം നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. ഓക്കെ, താങ്ക് യു.